വരുന്ന ഓരോ അവസ്ഥകളെ പറ്റി പറയാം. മേടൻ രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദക്കാർക്ക് എന്ന് പറയുമ്പോൾ ആദിത്യൻ കന്നിയിൽ വരികയാണ്. വലിയ വിഷയമില്ല അവർക്ക്, കാരണം അവർ ഓൾറെഡി ഏഴശനിയും വ്യാഴന്മാരെയൊക്കെ നിൽക്കുകയാണ്, വലിയ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക. പക്ഷേ എങ്കിലും സെപ്റ്റംബർ 15 വരെ, ഒക്ടോബർ 15 വരെയാണ്. ആ സമയങ്ങളിൽ വ്യാഴത്തിന് ചെറിയ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഒരു അല്പ ആശ്വാസം കിട്ടുന്നുണ്ട്. അതായത് പൊരിയുന്ന വെയിലൊരു മഴ, വേനലൊരു മഴ മതി അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്ന സമയമാണ് ഈ മേടൻ രാശിക്കാർക്ക്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം, രോഹിണി, മകീരം. ഈ രാശിക്കാർക്ക് അവർക്ക് പൊതുവെ നല്ലതാണ്. ആദിത്യൻ 5 ആദിത്യം വരുമ്പോൾ മനപ്രയാസങ്ങൾ, കുട്ടികളെ കൊണ്ട് പ്രശംസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മഹാദേവനെ തന്നെ അഭയം പ്രാപിക്കുക, മഹാദേവനെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുക, അതിൻ്റെ അവതാരഗതിയായിരിക്കുന്ന ബുധൻ അവതാര വിഷ്ണു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ മാറ്റങ്ങൾ വരും. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകീരം അവസാനം, തിരുവാതിര, പുണർദം ആദ്യം. ഇവരെ സംബന്ധിച്ച് പറയുന്നത് 4-ാം ഭാവത്താണ് ആദിത്യം വരുന്നത്. കന്നി എന്ന് പറയുമ്പോൾ ആദിത്യം വരുന്നതോടെ ആ മനസ്സിൽ കുടുംബത്തിൽ സമാധാനക്കുറവ്, ബുദ്ധിമുട്ടുകൾ, നമ്മൾ സംസാരം പിടിക്കാതിരിക്കുക, ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിഷ്ണുവിനെയും ശ്രീകൃഷ്ണനെയും, നമ്മൾ ഉണ്ണികൃഷ്ണനെയും മഹാദേവനെ പ്രാർത്ഥിക്കാം. കഴിയുന്നിടത്തോളം ആ സമയത്ത് ഗുരുവായൂർ ദർശനം, പത്മനാഭസ്വാമി ക്ഷേത്രം ദർശനം, ഇങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ ദർശനം നടത്തുക. പിന്നെ കന്നി എന്ന് പറയുമ്പോൾ ബുധൻ്റെ ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ അവതാരത്തിൽ നന്നായിരിക്കും, വളരെ നന്നായിരിക്കും. അടുത്ത രാശിയാണ് കർക്കിടകൻ രാശി എന്ന് പറയുന്നത്. പുണർദം അവസാനം, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് ഇവർക്ക് 3-ാണ് ആദിത്യം. വലിയ പ്രശ്നമില്ല, കന്നിമാസം വലിയ പ്രശ്നമൊന്നും തട്ടുമുട്ടില്ലാതെ പോവാം. കാര്യം വ്യാഴം 12-ലൊക്കെയാണ് എങ്കിലും തട്ടുമുട്ടില്ലാതെ പോകുന്നൊരു കാലഘട്ടമാണ് അവർക്ക്. ചിങ്ങൻ രാശിയെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2-ലാണ് ആദിത്യം വരുന്നത്. സംസാരം ശ്രദ്ധിക്കുക, കുടുംബകലഹങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധയോട് മുന്നോട്ട് പോവുക. ഓം നമോ നാരായണായ ജപിക്കുക, നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദനം, ഇതൊക്കെ ജപിക്കുക. ഇതൊക്കെ ജപിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക മാറ്റങ്ങളൊക്കെ വരാം. വിഷ്ണുവിൻ്റെ ആണല്ലോ അത്. അവിടെ തന്നെയാണ് ആദിത്യം. അവർക്ക് ഇങ്ങനെ തലവേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കണ്ടകശനിയാണ്, വ്യാഴം 12-ലാണ്. പക്ഷേ വ്യാഴം കർമ്മത്തിൽ വ്യാഴമാണ്, പക്ഷേ അത് മാറ്റം വരുന്നുണ്ട്. ഒക്ടോബർ അവസാനം, അതായത് ഒക്ടോബർ 10-20 കഴിയുമ്പോഴേക്കും വ്യാഴത്തിന് ചെറിയ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചെറുതായിട്ട് ആശ്വസിക്കാവുന്നതാണ്. തുലാക്കൂർ ചിത്ര അവസാനം, വിശാഖം. തുലാക്കൂർ എന്ന് പറഞ്ഞാൽ ചിത്ര അവസാനം, ചോതി, വിശാഖം, ആദ്യപാദം. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 12-ലാണ് ആദിത്യം. ഒത്തിരി ധനച്ചെലവ്, ധനവ്യയം ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം അനുകൂലമാണ്. വൃശ്ചികൻ രാശിക്ക് ഒത്തിരി ആശ്വാസമാണ്. വിശാഖം അവസാനം, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ആശ്വാസം, കാരണം 11-ലാണ് ആദിത്യം, നല്ലതാണ്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ഇവർക്ക് കർമ്മത്തിൽ ജോലിക്ക് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത, സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ. കാരണം കർമ്മത്തിൽ ആദിത്യനുണ്ട്, കണ്ടക ശനിയാണ്. പിന്നെ സർക്കാർ ജോലി കിട്ടാനും സർക്കാർ തരത്തിലുള്ള ലോൺ കാര്യങ്ങളൊക്കെ കിട്ടാനും ഒക്കെ വളരെയധികം സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ഇവർക്ക്. വ്യാഴ അനുകൂലമാണ്. മകരം രാശി ഉത്രാടം അവസാനം, അവിട്ടം, ഉത്രാടം അവസാനം, തിരുവോണം, അവിട്ടം. ഉത്രാടം അവസാനം, തിരുവോണം, അവിട്ടം. ഈ രാശികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 9-ാം പിതാവിന് പിതാവിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിതാവിൻ്റെ പേരിൽ ധാര പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ശിവക്ഷേത്രത്തിൽ കൂവളത്തിൽ അർച്ചന, ശംഖാഭിഷേകം നടത്തുക. ഇതൊക്കെ ചെയ്താൽ മാറ്റം വരും. അടുത്ത രാശിയാണ് കുംഭൻ രാശിക്കാരെ പറഞ്ഞാൽ 8-ത്തിലാണ് ആദിത്യം. ശരിയല്ല, അവർക്ക് 7 ശനി തീരാൻ പോവുകയാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മീനം രാശി എന്ന് പറയുമ്പോൾ പുരുട്ടാതി അവസാനം, ഉത്രട്ടാതി. ഈ നക്ഷത്രക്കാലത്ത് പറയുകയാണെങ്കിൽ ഇവർക്ക് ഭാര്യയായിട്ട് കലഹം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ, എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അത് കാരണം ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിക്കുക. വെള്ളിയാഴ്ച തോറും, ഈ ഒരു മാസത്തേക്ക് വെള്ളിയാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിക്കുക. ഇവർക്ക് 7 ശനിയൊപ്പം ഇതും കൂടി ചെയ്ത് മാറ്റങ്ങൾ വരും. ഇതിലെയാണ് മൂകാംബികാ ദേവി എന്ന് പറയുമ്പോൾ, അവിടെ കൊല്ലൂർ മൂകാംബി പോകുമ്പോൾ ഒരു കഥയുണ്ട്. അവിടെ ഒരു ശിവനുണ്ട്. ആ ശിവനെ തൊഴുത് തേങ്ങ ഉടച്ച ശേഷം വേണം മൂകാംബിക ദേവി ദർശിക്കാൻ.
മൂകാംബിക ദേവി പോയി നമ്മൾ ഓടി വരരുത്. ദേവിയുടെ വിളി ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അതെല്ലായിടത്തും അതെ. നമ്മൾ ഒരു ദിവസം താമസിച്ച് 3 ദിവസത്തെ പൂജ തൊഴുത് കഷായ തീർത്ഥമൊക്കെ സേവിച്ച് വന്നാൽ വളരെ നല്ലതാണ്. പിന്നെ അമ്മയുടെ അമ്പലത്തിൽ മൂകാംബിക ദേവി അമ്പലത്തിൻ്റെ പിറകുവശത്തായിട്ട് നമ്മുടെ വ്യാഴവും ശനി 2 വിരൽ, ചൂണ്ടുവിരലും നടുവിരലും, വ്യാഴം ശനി വിരൽ, ഈ വിരലും നമ്മൾ ആഗ്രഹം എഴുതിയാൽ നടക്കും. എനിക്ക് നടന്നിട്ടുണ്ട്. ആഗ്രഹം എഴുതിയാൽ നമ്മുടെ ആഗ്രഹം എഴുതിയാൽ അത് നടന്നിരിക്കും. അത്രയും ഭക്തിയോടുമില്ല. പിന്നെ നമ്മൾ ശങ്കരാചാര്യ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്താൽ മൂകാംബി ഓടിപ്പോയിട്ട് വരരുത്. ഒരു ദിവസം നിന്ന് അവിടെ പ്രാർത്ഥിച്ച് സരസ്വതി മണ്ഡപത്തിൽ നമ്മുടെ അക്ഷരങ്ങളൊക്കെ എഴുതുക. ഇതൊക്കെ ചെയ്താൽ മൂകാംബിക ദേവിയെ അനുഗ്രഹിക്കും. നമ്മളെ മൂകാംബിക ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വിദ്യാകാര്യങ്ങൾ എല്ലാം വളരെ നന്നായി വരും. വാക്ക് ദേവതയാണ്. ഇതെല്ലാം എല്ലാവർക്കും ക്ലാസ് നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം.